ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊട്ടു. തമിഴ്നാട്ടിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മഴക്കെടുതിയിൽ 2 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നുള്ള 100 വിമാനങ്ങൾ റദ്ദാക്കി. നഗരത്തിൽ കനത്ത മഴയും വെള്ളക്കെട്ടും ജനങ്ങളെ വലയ്ക്കുന്നു. ചെന്നൈ കോർപ്പറേഷനിൽ 329 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് PJ അരുണാണ് വിവരങ്ങൾ നൽകാനുള്ളത്. അരുൺ, ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ഇപ്പോഴെന്താണ് സ്ഥിതി? കാറ്റിന്റെ ഗതി എങ്ങോട്ടാണ് എന്നാണ് മനസ്സിലാകുന്നത്? അന്നറീസ് ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ ഈ ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് കര തൊട്ടിരിക്കുന്നത്. മണിക്കൂറിൽ 80 മുതൽ 90 കിലോമീറ്റർ വരെ വേഗത്തിലാണ് ഇപ്പോൾ ചുഴലിക്കാറ്റ് ഇപ്പോൾ പുതുച്ചേരിയിലും തമിഴ്നാട്ടിലും ആഞ്ഞടിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ അല്ലെങ്കിൽ കർശനമായിട്ടുള്ള സുരക്ഷാ ഇടപെടലുകൾ തമിഴ്നാട് സർക്കാർ ഇതിനകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ജില്ലയിൽ മാത്രം 300ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. കൂടാതെ തമിഴ്നാട്ടിൻ്റെ വടക്കൻ ജില്ലകളായ ചെന്നൈ, വില്ലുപുരം, കാഞ്ചീപുരം, മഹാബലിപുരം, ചെങ്കൽപ്പെട്ട് തുടങ്ങിയ ജില്ലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 100-ലധികം വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളും തീവണ്ടി ഗതാഗതത്തെയും ഇത് ബാധിച്ചിട്ടുണ്ട്. കൂടാതെ നേരത്തെ നമ്മൾ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ 2 പേർ മഴക്കെടുതിയിൽ മരിച്ചിട്ടുണ്ട്. അതിലൊരു അതിഥി തൊഴിലാളിയാണ്. ഈ അതിഥി തൊഴിലാളി ഉൾപ്പെടെ 2 പേർ ഷോക്കേറ്റാണ് മരിച്ചത്. എന്തായാലും ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇപ്പോഴത്തെ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മുന്നൊരുക്കങ്ങളെല്ലാം കൃത്യമായി ഇടപെട്ടുകൊണ്ട് നടത്തിയതായാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അറിയിച്ചിട്ടുള്ളത്. കേരള തീരത്തും ഇതുമായി ബന്ധപ്പെട്ട് കർശനമായ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി ഉൾപ്പെടെയുള്ളവർ കർശനമായ ജാഗ്രത ഇക്കാര്യത്തിൽ പുലർത്തണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ വരും ദിവസങ്ങളിൽ തമിഴ്നാട്, ആന്ധ്ര, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കനത്ത മഴയുടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, PJ അരുണാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.